നമസ്തേ ഡോക്ടർ. നമസ്തേ. ഡോക്ടർ, ശരിക്കും ASD അല്ലെങ്കിൽ ADHD ഉള്ള കുട്ടികളുടെ ഇൻസിഡൻസ് വളരെ കൂടിക്കൂടി വരികയാണ്. ചില കുട്ടികൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, ചില കുട്ടികൾ വേറെ രീതിയിൽ ഏതെങ്കിലും ഒരു ഫീൽഡിൽ അവർ പുറകിലോട്ട് പോകും. അപ്പോൾ എങ്ങനെ നമുക്ക് ASD ആണോ ADHD ആണോ എന്നുള്ള കണ്ടീഷൻസ് നേരത്തെ ഡിറ്റക്ട് ചെയ്തിട്ട് നേരത്തെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഡോക്ടർ? ഇതിൽ പലപ്പോഴും ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും എൻഡിൽ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നത്, ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഒരു കുട്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഓട്ടിസം എന്ന് പറയുന്ന ആ ഒരു പേരിലേക്ക് എത്താൻ ഒരുപാട് കടമ്പകളുണ്ട്. ഇതൊരു അസുഖമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു അവസ്ഥയാണ്. അവസ്ഥ എത്താൻ കാരണം, ഇപ്പോൾ ഒരു കുട്ടിക്കൊരു കുസൃതി ഉണ്ട് എന്ന് പേരൻസ് പറയാറുണ്ട്. ചില പേരൻസ് പറയും അവൻ ഇത്തിരി വാശിക്കാരനാണെന്ന് പറയും. ചില പേരൻസ് ഇത് രണ്ട് സ്റ്റേജിലും നമ്മൾ അറ്റൻഡ് ചെയ്യാതെ വരുമ്പോഴാണ് സത്യത്തിൽ ആ കുട്ടി ഒരു ഹൈപ്പർ ആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ അമിത വികൃതിയുള്ളവനാണെന്ന് നമ്മൾ പറയുക. ഈ അമിത വികൃതി ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്നതല്ല. നമുക്ക് ഈ കുസൃതി എന്ന് പറയുന്ന ആ ഒരു റെസ്റ്റ്ലെസ്നെസ് നമ്മൾ പറയാറുള്ള ആ ഒരു സാധനം എവിടെ വരെയാണ് അതിൻ്റെ അതിർത്തി എന്നും, അത് കഴിഞ്ഞാൽ വികൃതി അല്ലെങ്കിൽ വാശി ഇത് എവിടെ വരെയാണെന്നും കണ്ടെത്താൻ പറ്റാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം പലപ്പോഴും നമുക്കിവിടെ കിട്ടുന്ന കുട്ടികളെന്ന് പറയുന്നത് ഈ പറയുന്ന ഹൈപ്പർ ആക്ടിവിറ്റി, ഓട്ടിസം എന്നൊക്കെ ഡയഗ്നോസ് ചെയ്തിട്ട് ഇവിടെ വരെ എത്തുന്നതുകൊണ്ടാണ് നമുക്കൊരു ചികിത്സയിലേക്ക് പോകേണ്ടി വരുന്നത്. ഞാൻ നോക്കിയിട്ട് ഈ ചികിത്സയുടെ ആവശ്യം വരുന്നതിന് മുമ്പ് ആ കുട്ടിക്കൊരു കുസൃതി ഉണ്ട്, അവനൊരു വാശി ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ചേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയാൽ ഒരുപാട് കേസുകൾ, ഇപ്പം കഴിഞ്ഞ 2022 കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 58 കുട്ടികളിൽ ഒരു കുട്ടി ഓട്ടിസ്റ്റിക് ആണ് അല്ലെങ്കിൽ ADHD ഉണ്ടെന്നാണ് കണക്ക് പറയുന്നത്. അപ്പോൾ അത്രയും ഭയാനകമായിട്ട് ഇത് കൂടി വരാൻ പ്രധാനപ്പെട്ടൊരു കാരണം ഈ കുട്ടിയുടെ ഏർലി സ്റ്റേജിൽ ഇൻ്റർവെൻഷൻസ് അല്ലെങ്കിൽ അവരെ അതൊന്നും ധരിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു സുബാല്യം എന്ന് പറഞ്ഞൊരു പദ്ധതി പലപ്പോഴും സൈക്കോളജിസ്റ്റുമാരാണ് ഇതിനെ ഗൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് സൈക്കോളജിയും സൈക്കാട്രിയും തമ്മിൽ ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. കാരണം ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കണം എന്ന് പറയുമ്പം നമ്മുടെ ഒരു നാട്ടു നടപ്പ് വെച്ചിട്ട് സാധാരണ ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും അഡിക്ഷൻ ഉള്ള കുട്ടികൾക്കാണ് സൈക്കോളജിസ്റ്റിനെ കണ്ട് കൗൺസിലിംഗ് ചെയ്യാന്നൊക്കെ പറയുന്നത്. ഇല്ലെങ്കിൽ അത്രയും സിവിയർ ആകുമ്പോഴേ നമ്മൾ ചിന്തിക്കുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക. പിന്നെ ചിലരുടെ ധാരണയുണ്ട് സൈക്കോളജിൻ്റെ അടുക്കെ പോയാൽ മരുന്ന് കൊടുത്ത് മയക്കിക്കളയും. അതാണ് ഈ സൈക്കോളജിയും സൈക്കാട്രിയും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവുന്നതിൻ്റെ പ്രശ്നമാണ്. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു പെട്ടെന്നുള്ളൊരു പരിഹാരം കൊടുക്കുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്ക് ഒരു ബിഹേവിയർ ചേഞ്ച് വരുത്താൻ പേരൻസിന് എന്ത് അഡ്വൈസ് കൊടുക്കാൻ പറ്റും, ഇവരെ നേരത്തെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും. ഈ കുസൃതിയിലും വികൃതിയിലും ചെറിയ വാശിയിലും നമുക്ക് കണ്ടെത്താൻ പറ്റിയാൽ ഒരിക്കലും ഈ കുട്ടി ഓട്ടിസ്റ്റിക് ആവില്ല. ഇത് പക്ഷേ ഈ സ്റ്റേജിലൊക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. അത് സാരമില്ല, അവൻ്റെ അച്ഛൻ അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ കുറച്ച് വാശിയുള്ളവരായിരുന്നു, ഇങ്ങനെ നമ്മൾ കണ്ടെത്താൻ പോകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് വേണ്ട സമയത്ത് ഒരു ഇൻ്റർവെൻഷൻ കൊടുക്കാൻ പറ്റാതെ വരുന്നത്. ഇതുപോലെ തന്നെയുള്ളൊരു കേസാണ് സ്പീച്ച് ഡിലേ എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു 2.5 വയസ്സായ കുട്ടി അല്ലെങ്കിൽ ഒരു 3 വയസ്സായ കുട്ടി പ്രോപ്പറായിട്ട് വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ ഉടനെ ആ വീട്ടുകാർ പറയാൻ പോകണം അവൻ്റെ അച്ഛൻ 3.5 വയസ്സിലാണ് സംസാരിച്ചത്, അല്ലെങ്കിൽ അവൻ്റെ കൊച്ചച്ഛൻ ആ സമയത്താണ് സംസാരിച്ചത്. ഇങ്ങനെ ഓരോ എന്താ പറയുക, നമ്മൾ പ്രതീക്ഷയോടുകൂടി അവസാനം ഒരു 4.5 വയസ്സായിട്ടും കുട്ടി സംസാരിക്കാതെ വരുമ്പോഴാണ് അവന് ഇൻട്രാക്ഷനിൽ ബുദ്ധിമുട്ട് വരുന്നു, അവന് ബിഹേവിയറിൽ പ്രശ്നം വരുന്നു. അപ്പോഴായിരിക്കാം ഏതെങ്കിലും പീഡിയാട്രിഷ്യൻ പറയുക ഒന്ന് അസസ് ചെയ്യണം. അസസ് ചെയ്യുമ്പോൾ ഓട്ടിസം. ഇത് പേടിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ വേണ്ട സമയത്ത് ഒരു ഇടപെടൽ നടത്തിയാൽ ഒരിക്കലും ഈ കുട്ടികളൊന്നും ഓട്ടിസ്റ്റിക് ആവില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ അത് ആ സമയത്ത് തോന്നണമെങ്കിൽ നമുക്ക് അവരിലേക്ക് എത്താൻ പറ്റണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സുബാല്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളുകളിലേക്ക് പോകുന്നു, ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾ ഇതിന് അഡ്വൈസ് കൊടുക്കുന്നു. അപ്പം ഒരു പരിധി വരെ നമുക്ക് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാനും, പല പേരൻസും അവെയർ അല്ലാതെ പോകുന്നുണ്ട്, അവർക്കൊരു അവെയർനെസ് കൊടുക്കുകയും അവിടുന്ന് തന്നെ അതിന് പരിഹാരം കൊടുക്കാനും നമുക്ക് പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ഏർലി ഇൻ്റർവെൻഷൻ ചെയ്യാൻ സാധിക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്.